ക്രിയായോഗ പഠിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബാബാജിയാണ്. ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലരും പറയും ബാബാജിയെ കണ്ടെങ്കിൽ മാത്രമേ ആ ദീക്ഷ ലഭിക്കുകയുള്ളൂ. പക്ഷെ ഞാനത് പറഞ്ഞാലേ ഒരുപാട് പേര് വിശ്വസിക്കുന്നില്ല. 2019 ഞാൻ ഹിമാലയം പോയി. ആ ഹിമാലയം പോയത് തന്നെ ഗുരുബാബാജിനെ കാണുന്നു കേട്ടാ. എനിക്ക് ഈ മഹാവതാർ ഗുരുബാബാജിനെ കാണണം. ബാബാജിയെ കാണാൻ വേണ്ടി ഹിമാലയത്തിലേക്ക് ഞാൻ അതുവരെ കണ്ട സന്യാസിമാരുടെ ഒന്നും വേഷമല്ല. ശുഭ്രവസ്ത്രധാരിയായിട്ട് ഒരാൾ എന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബാബാജി തന്നെയായിരുന്നു. ബാബാജി തന്നെയായിരുന്നു. ശ്വാസം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കുറയും. ക്രിയായോഗ ചെയ്യുകയാണെങ്കിൽ പലരും ക്രിയായോഗ ഇങ്ങനെ ശ്വാസം പെട്ടെന്ന് എടുത്തു നമുക്ക് കാണാം. അല്ല, അതേതൊന്നറിയാവോ, അത് ഒരുപാട് ക്രിയകളുള്ളതിൽ ക്രിയായോഗയും തന്ത്രവും ഒക്കെ ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അനുലോമ വിലോമോ ഈ പ്രാണായാമോ എല്ലാം. അപ്പൊ അങ്ങനെ പ്രാണനെ നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ പറയാം അബ്ഡോമിനൽ ബ്രീത്ത് എന്ന് പറയും. കുഞ്ഞുങ്ങള് വയറ് കൊണ്ടാണ് ശ്വസിക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർത്ത് താഴുന്നത് കാണാം. കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങൾ. പിന്നീട് അത് ഇവിടെ വരെ വരും, ചെറുതാവും. പിന്നെ ഊർധൻ വലിക്കുന്നത് പറയും, മരിക്കാറാകുമ്പോഴത്തേക്ക് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്ര ചെറുതായി വരുന്നോറും മരണത്തിലേക്ക് എടുക്കുക ചെയ്യാം. അദ്ദേഹം ഒരു മോഡേൺ സയൻസിന്റെ ഒരു കാലത്ത് വികസിച്ചൊരു കാലത്ത് തന്നെ ജീവിച്ചയാളും അങ്ങനെ നമുക്കൊക്കെ വായിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലും എഴുതിയ ബുക്കാണ് ഒരു യോഗിയുടെ ആത്മകഥ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ മെനി ലൈഫ്സ് ആൻഡ് മെനി മാസ്റ്റേഴ്സ്, ഒരു ബ്രിട്ടീഷുകാരനായ ഒരു ഡോക്ടർ എഴുതിയതാണ്. സൈക്കോളജിസ്റ്റാണ്. പുനർജന്മങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതെല്ലാം ആ ഒരു 87 മറ്റോ ജന്മങ്ങളിലേക്ക് പോയ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്ത് പോയിട്ട് അവർ പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് അദ്ദേഹം ബുക്ക് എഴുതുന്നത്. അവരിലൂടെ ഗുരുക്കന്മാർ വരെ വന്ന് സംസാരിക്കുന്നുണ്ട്. ആത്മീയ ലോകത്ത് ഉള്ള ഗുരുക്കന്മാർ വരെ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ വരുമ്പോൾ അവരുടെ ഭാഷ മാറി, ശബ്ദം മാറി. കാതറിൻ എന്നുള്ള യുവതി ഏറ്റവും പണ്ഡിതന്മാർ മാത്രം പറയുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പല കേസുകളും പണ്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പലരും അത്ഭുതത്തോടെ ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇത് അന്വേഷിച്ചു പോകുന്ന അന്വേഷകർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല. ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞില്ല, സോളിഡായിട്ട് തോന്നുന്നെങ്കിലും ഇതിൽ ശൂന്യതയാണ് കൂടുതൽ. അപ്പോൾ കാണുന്നതല്ല ശരി, കാണുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും പഠിച്ചതിന് ശേഷം, ഇത്രയും എക്സ്പീരിയൻസിന് ശേഷം ഞാൻ പറയുന്നത്, എൻ്റെ വാചകമാണ്, ഏറ്റവും സങ്കീർണവും സമ്പൂർണവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരു പ്രപഞ്ചം നമ്മൾ കാണുന്നതിനപ്പുറത്തുണ്ട്. അപ്പോൾ റേക്കിയുടെ ഞാൻ ക്ലാസ്സുകൾ വരുമ്പോൾ ഞാൻ എഴുതാറുള്ളത്, ബ്രോഷറൊക്കെ തയ്യാറാക്കുമ്പോൾ എഴുതാറുള്ളത്, സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്കുള്ള വാതായനം തുറക്കലാണ് ദീക്ഷ എന്ന് പറയും, തന്ത്രദീക്ഷ എന്ന് പറയും. ഞാൻ ഉണ്ടാക്കിയൊരു സെൻറ്റൻസാണ് അത്. എന്ന് വെച്ചാൽ ഈ ആ ദീക്ഷ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദീക്ഷ തന്ത്രദീക്ഷ തന്നെയാണ്. എനിക്ക് വേറെ ഒരുപാട് ദീക്ഷകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും സഹസ്രാരത്തിലല്ല. അത് ചെയ്യുന്നത് തന്ത്രദീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ദീക്ഷയിലൂടെ പ്രപഞ്ചവുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുക, ഒന്നാണത്. നമ്മളും അതും ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഈ ശരീരത്തെ അത്രയും സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം. വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരനെങ്കിൽ നമ്മൾ ഈ ശരീരം ക്ഷേത്രം പോലെ സൂക്ഷിക്കണം. കണ്ടതും കേട്ടതും ഒന്നും വാരി വലിച്ചിങ്ങനെ വിഴുങ്ങരുത്. അപ്പോൾ ക്രിയായോഗയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ക്രിയായോഗ പഠിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്? പിന്നീട് ക്രിയായോഗ ശരിക്കും യോഗശാസ്ത്രം ഉണ്ടല്ലോ, അതിൽ യമ നിയമ ആസനം അതെല്ലാവരും പഠിക്കുന്നുണ്ട്. അത് ഹഠയോഗ എന്ന് പറയും. പിന്നെ പ്രാണായാമം മുതൽ, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, 8 അംഗങ്ങളാണ് യോഗശാസ്ത്രം. അതിൽ പ്രാണായാമം മുതലുള്ള 5 അംഗങ്ങൾ ആണ് നമുക്ക് ക്രിയായോഗയിൽ ചെയ്യുന്നത്. പ്രാണായാമം യോഗശാസ്ത്രത്തിൻ്റെ ഏറ്റവും ആത്മാവാണ് പ്രാണായാമം. കാതലാണ് പ്രാണായാമം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അംഗം ആണ് പ്രാണായാമം. പ്രാണൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചപ്രാണനാണല്ലോ, അതാണല്ലോ പ്രപഞ്ച ശക്തി. അപ്പോൾ ആ ഒരു പ്രാണനെ എടുത്തിട്ട് അതിനെ കൊണ്ട് നമ്മൾ
ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ വരിക. നമ്മുടെ പ്രാണനെ നിയന്ത്രിക്കുക, ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നതാണ്. ചിത്തം, മനസ്സ്, ചിത്തവും ഈ പ്രാണനും തമ്മിൽ ഒരുമിച്ചാണ് നിൽക്കുക. ചിത്തത്തെ നമുക്ക് നേരിട്ട് പിടിക്കാൻ പറ്റില്ല, പ്രാണനിലൂടെ പിടിക്കാൻ പറ്റൂ. അപ്പോൾ ശ്വാസ നിയന്ത്രണം വഴി നമുക്ക് ചിത്തത്തെ നമ്മൾ നിരോധിക്കുന്നു, സംയമനം. പിന്നെ ഉള്ളിൽ നടക്കുന്ന നമ്മൾ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ നമ്മൾ ഉണർത്തി എങ്ങനെ സഹസ്രാരം വരെ കൊണ്ടുവന്ന് പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുക, ആധ്യാത്മികതയിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളത് തന്നെയാണ് ക്രിയായോഗയുടെയും ലക്ഷണം. ഒരുപാട് തരം മെഡിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് തരം പ്രാണായാമങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്രിയായോഗികൾ എപ്പോഴും ആ ഒരു ഇങ്ങനെ പോകുന്ന ആ പ്രാണായാമത്തിലായിരിക്കും. അങ്ങനെ 1/2 സെക്കൻഡ് മതി ഏറ്റവും പവർഫുൾ ആയിട്ടൊരു മെഡിറ്റേഷൻ പഠിക്കാൻ. ഈ ചില ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ശ്വാസം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കുറയും. ക്രിയായോഗ ചെയ്യുകയാണെങ്കിൽ പലരും ക്രിയായോഗികൾ ഇങ്ങനെ ശ്വാസം പെട്ടെന്ന് എടുത്തുകൂടെ നമുക്ക് കാണാം. അപ്പോൾ അല്ല, അതേതൊന്നറിയാവോ, അത് ഒരുപാട് ക്രിയകളുള്ളതിൽ കപാലഭാതിയാണ് ശ്വാസം. അത് ഈ ഫ്രോണ്ടൽ ലോബിനെ, നമ്മുടെ ബ്രെയിനിന്റെ ഫ്രോണ്ടൽ ലോബിനെ ഒരു പ്രകാശിപ്പിക്കുന്നതിനെന്ന് പറയും, ഉത്തേജിപ്പിക്കുന്നതിനാണ്. അപ്പോൾ അത് കപാലഭാതി ക്രിയയാണത്. അങ്ങനെ അല്ലാതെ ബ്രീത്തിങ് ശരിക്കും ഡീപ്പ് ബ്രീത്തിങ് ആണ് എടുക്കുന്നത്. അതായത് ഭയങ്കര ദീർഘമായി ശ്വാസം എടുക്കുക, ഉള്ളിൽ ഹോൾഡ്, കുംഭകം എന്ന് പറയും, ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നു. ഇത് പൂരകം, കുംഭകം, രേചകം, പുറത്തേക്ക് വിടുന്ന രേചകം, പുറത്ത് നിർത്തുന്നു, അത് ബാഹ്യകുംഭകം. അപ്പം ആന്തരകുംഭകവും ബാഹ്യകുംഭകവും ചെയ്ത് അങ്ങനെ ശ്വാസം ബ്രീത്തിങ് എടുക്കണം എന്നാണ്. അപ്പോൾ പിന്നെ അനുലോമ വിലോമ ഇല്ലേ, അത് നമ്മുടെ ഇടാപ്പിംഗള നാഡി ശുദ്ധിയാണ്. അതൊക്കെ ഇതിനകത്ത് യോഗയും ക്രിയായോഗയും തന്ത്രവും ഒക്കെ ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അനുലോമ വിലോമോ ഈ പ്രാണായാമോ എല്ലാം. അപ്പോൾ അങ്ങനെ പ്രാണനെ നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിൽ പ്രാണശക്തി കൂടുന്നു. പിന്നെ നായ പെട്ടെന്ന് ശ്വസിക്കുന്നതാണ്, അവരുടെ ജീവിത ദൈർഘ്യം കുറവാണ്. ആമ ഒരു 300 വർഷത്തോളം ജീവിക്കുന്നു. ബ്രീത്തിങ് വളരെ സ്ലോ ആണ്. നമ്മുടെ പറയാം അബ്ഡോമിനൽ ബ്രീത്ത് എന്ന് പറയും. കുഞ്ഞുങ്ങൾ വയറ് കൊണ്ടാണ് ശ്വസിക്കുക. ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർത്ത് താഴുന്നത് കാണാം. കുഞ്ഞുങ്ങളില്ലേ, പൊട്ടിക്കുഞ്ഞുങ്ങൾ. പിന്നീട് അത് പിന്നെ ഇവിടെ വരെ വരും, ചെറുതാവും. പിന്നെ ഊർധൻ വലിക്കുന്നു എന്ന് പറയില്ലേ, മരിക്കാറാകുമ്പോഴത്തേക്ക് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര ചെറുതായി വരുന്നോറും മരണത്തിലേക്ക് എടുക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ ലോങ് ബ്രീത്ത് ചെയ്യണം, അബ്ഡോമിനൽ ബ്രീത്ത് ശീലിക്കണം. പിന്നെ 1 മിനിറ്റിൽ എത്രയും കുറേ അത്ലറ്റുകൾക്ക് ഇത് ചെയ്ത് ബ്രീത്തിങ് കുറവായിരിക്കും, ആരോഗ്യം ഉണ്ടാവും അവർക്ക്. അപ്പോൾ ബ്രീത്തിങ് എണ്ണം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലതാണ്. ഈ ക്രിയായോഗ പഠിച്ചു എന്ന് പറഞ്ഞത് ചോദിക്കുകയാണ്. ക്രിയായോഗ പഠിക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബാബാജിയാണ്. ബാബാജിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലരും പറയും ബാബാജിയെ കണ്ടെങ്കിൽ മാത്രമേ ആ ദീക്ഷ ലഭിക്കുകയുള്ളൂ. പക്ഷെ ഞാനത് പറഞ്ഞാലേ ഒരുപാട് പേര് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാറില്ല. എൻ്റെ ഏറ്റവും അടുത്ത ഈ ഒരു തലത്തിൽ നിൽക്കുന്നവരോട് മാത്രമേ അത് പറയുള്ളൂ. ഈ ചോദ്യം ചോദിച്ചേക്കാം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഇന്നലെ മുഴുവനും ഞാൻ ഗുരു ബാബാജീനെ ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ട് ഞാൻ ഗുരു ബാബാജിയോട് പറഞ്ഞു, അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഞാൻ പറയാൻ സമ്മതമാണെങ്കിൽ മാത്രം എന്നെക്കൊണ്ട് പറയിക്കുക എന്ന് ഞാൻ ഇന്നലെ മുതലേ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഗുരുവിനെ സ്മരിക്കാൻ ഓം ശ്രീം ഗുരുഭ്യോം നമ നമ്മളെപ്പോഴും ജപിക്കും. അപ്പം അതൊക്കെ ഞാൻ ഇന്നലെ മുതൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വരിക. അപ്പം ചോദിച്ചു, ഞാൻ പറയാം. അത് ശരിയോ തെറ്റോ എനിക്കതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടായ കാര്യം പറയാം. 2019 ഞാൻ ഹിമാലയം പോയി. ആ ഹിമാലയം പോയത് തന്നെ ഗുരുബാബാജിനെ കാണുമെന്ന് പറയട്ടെ. എനിക്ക് ഈ മഹാവതാർ ഗുരുബാബാജിനെ കാണണം. എൻ്റെ മാനസ ഗുരുവാണ് അദ്ദേഹം. ബാബാജിയെ കാണാൻ വേണ്ടി ഹിമാലയത്തിലേക്ക്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോണേ. അവരോടൊന്നും ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ആഗ്രഹം അദ്ദേഹത്തെ കാണുമെന്നുള്ള. അപ്പോൾ കൈലാസം അല്ലെങ്കിൽ ബദ്രീനാഥ് ആ ഭാഗത്തൊക്കെ അദ്ദേഹം ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ ശിഷ്യരൊക്കെ, അതൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു. ഇപ്പോൾ ഒരു 15 ദിവസം ഹിമാലയ 2019 നവംബർ. അപ്പോൾ 15 ദിവസം ഉണ്ടായിരുന്നു. എല്ലായിടും ഞാനിങ്ങനെ നോക്കും, ഏതെങ്കിലും രൂപത്തിൽ ബാബാജി എൻ്റെ മുന്നിൽ എന്നെ കാണിച്ചു തരുമോ എന്നിങ്ങനെ എല്ലാവരെയും നോക്കും. ഏത് സന്യാസിയെ കണ്ടാലും ഞാൻ നോക്കും. പക്ഷെ ഞാൻ കണ്ട ബദരിയിലും ബദരീനാഥൻ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഉള്ളിൽ കുറേ കൂടെ പോകുന്നുണ്ട്.
അതിൽ വ്യാസൻ ഇരുന്ന് എഴുതിയ മഹാഭാരതം ഇരുന്ന് എഴുതിയാന്ന് പറയുന്നൊരു ഗുഹയൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ കുറേ കേവുകളിൽ സന്യാസിമാരൊക്കെ ഇരിക്കുന്നത് കാണാം. പിന്നെ ഒരു നദി ഉത്ഭവിക്കുന്നത് കാണാം. അതും കഴിഞ്ഞിട്ട് ദൂരെ നമ്മളെ കാണിച്ചു തരുന്നു ആൾക്കാർ പാണ്ഡവര് അവസാനം ജീവത്യാഗം ചെയ്യാൻ വേണ്ടി പോയത് അങ്ങോട്ടാണെന്ന് ഇങ്ങനെ കാണിക്കും. അപ്പം അതുവരെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഞാൻ എല്ലായിടവും, പക്ഷെ ഞാൻ നോക്കുന്നത് ഏതെങ്കിലും രൂപത്തിൽ ഗുരു ബാബാജി ഉണ്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു ദിവസം വൈകുന്നേരം അവിടെ നമ്മുടെ ദീപാരാധന എന്ന് പറയുന്ന പോലെ കർപ്പൂരാരതി എന്നാ പറയാ. അപ്പോൾ ബദ്രിനാഥ ക്ഷേത്രം അത് ആശ്രമം പോലെയാണ്. നമുക്കൊരു 100-200 പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്ന അത്ര സ്പേസ് ഉണ്ട് ശ്രീകോവിലിൻ്റെ മുന്നിൽ. അപ്പോൾ നമ്മളങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചുറ്റമ്പലം പോലെ അവിടെ മൂലയ്ക്ക് ഭജൻ നടക്കുക. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു നൃത്തം ചെയ്യാൻ, ആനന്ദ നൃത്തം ചെയ്യാൻ പറ്റുന്ന ഒരു തരം പാട്ടാണ് അവർ പാടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ആനന്ദ നൃത്തം ചെയ്തു. അങ്ങനെ നൃത്തം ചെയ്തിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഞാനൊരാളെ കണ്ടു. ഞാൻ അതുവരെ കണ്ട സന്യാസിമാരുടെ ഒന്നും വേഷമല്ല, ശുഭ്രവസ്ത്രധാരിയായിട്ട് ഒരാൾ എന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആകാശത്തേക്ക് വരെ നോക്കുക. ഗുരു ബാബാജി എന്നെ ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ ഇദ്ദേഹം വരുന്നത് എന്നെ തന്നെ നോക്കി ചിരിക്കുക. അപ്പോൾ ഞാൻ നൃത്തം ചെയ്യുന്നുണ്ട്, വീണ്ടും നോക്കി ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ നേരം, ഒരു പാട്ട് കഴിഞ്ഞു അടുത്ത പാട്ടായി, അപ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം വേറെ ആരെയും നോക്കണില്ല. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പോകാനായിട്ട് ഇങ്ങനെ നടന്നു, എൻ്റെ കൂടെ ഉള്ളവർ. അപ്പോൾ ഇവരുടെ കൂടെ പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാനും അവരുടെ കൂടെ ഇങ്ങനെ നടന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റണില്ല. ഞാനെന്നിട്ട് തിരിച്ചോടി വന്നിട്ട് ആളപ്പന്നെ നോക്കിയിരിക്കുക. തിരിച്ചോടി വന്നിട്ട് ഞാൻ മുന്നിൽ അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ നമസ്കരിച്ചിട്ട് പിന്നെ പോയല്ലേ പറ്റുള്ളൂ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പോയില്ലേ. ഞാൻ തിരിച്ചടന്നു. ഇന്നും അത് ഇപ്പോൾ നേരിട്ട് കാണുന്നത് പോലെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴും കാണും. ബാബാജി തന്നെയായിരുന്നു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം അങ്ങനെ ഞാനിങ്ങനെ കണ്ടു. വേറെ ആരും അത് ശ്രദ്ധിക്കണില്ല. ഇത്രയും തേജസ്സുള്ള ഒരു ആളവിടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരെന്താ ശ്രദ്ധിക്കാത്തത്? എന്താ അദ്ദേഹം എന്നെ തന്നെ നോക്കിയിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ എനിക്ക് തോന്നുകയാണ് ആ രൂപത്തിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു സന്യാസി തന്നെ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിലൂടെ ബാബാജി എന്നെ അനുഗ്രഹിച്ചതോ അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിച്ചതായിരിക്കും. ഞാൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നു, എപ്പോഴും അത് ഓർക്കുന്നു എങ്കിൽ അങ്ങനെ ആയിരിക്കും ഞാൻ കരുതുക. പക്ഷേ ഇതിനൊക്കെ ശേഷം ഈ മനസ്സിൽ വരുന്നൊരു നിറവില്ലേ, ആ നിറവാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കത് ഫീൽ ചെയ്തു അല്ലെങ്കിൽ ആ അനുഗ്രഹം കിട്ടി എന്നുള്ളതായിരിക്കാം ആ നിറവ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, പിന്നെ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ വിഷ്വലൈസ് ചെയ്യും. സ്വപ്ന ദർശനങ്ങൾ തരാറുണ്ടോ? അങ്ങനെയില്ല, ഞാൻ എപ്പോഴും വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് യൂണിവേഴ്സിൻ്റെ നിയോഗം ആയിരിക്കാം. ഞാൻ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ തന്ത്രശാസ്ത്രം ഒരു സ്ത്രീ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വായിച്ചിട്ട് തന്ത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കാരണം പ്രപഞ്ചം പുരുഷനും ശക്തി സ്ത്രീയുമാണ്. സൃഷ്ടി നടക്കുന്ന സ്ത്രീയിലാണ്. അത്രമാത്രം പവറാണ് സ്ത്രീ. അപ്പോൾ അത്രയും പവറുള്ളൊരു സ്ത്രീയാണ് തന്ത്രദീക്ഷ കൊടുക്കുന്നതെങ്കിൽ അതിനത്ര പവറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ കരുതുന്നു. അപ്പം അങ്ങനെ ഒരാളെ ബാക്കി എല്ലാ അല്ലലുകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് സ്വയം കരുതുന്നതും അനുഭവിക്കുന്നതും അങ്ങനെയാണ്. അത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സൊക്കെ അങ്ങനെ ആയിരിക്കും. അത് സെലക്റ്റഡ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മെനി ലൈഫ്സ് ആൻഡ് മെനി മാസ്റ്റേഴ്സിൽ പല ആത്മാക്കളുടെ ലോകത്തു നിന്ന് പല തരത്തിലുള്ള ഗുരുക്കന്മാർ, പല ലെവലിലുള്ള ഗുരുക്കന്മാർ അവരിലൂടെ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെയുണ്ട്. ഗുരുക്കന്മാരെ യൂണിവേഴ്സ് തരികയാണ് ചെയ്യുക. എന്നുവെച്ചാൽ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വെറും ഭൗതിക ജീവിയായിട്ട് ജീവിക്കാതെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഒരു ഗുരുവിൻ്റെ അർത്ഥം എന്താ, അന്ധകാരത്തിൽ നിന്ന് ശിഷ്യനെ ഉയർത്തി ആ പ്രകാശം കാണിച്ചു കൊടുക്കുക, ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഗുരുവിൻ്റെ
ലക്ഷ്യം അല്ലെ, ഗുരുവിൻ്റെ കർമ്മം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി കുറേ പേരെങ്ങനെ കൊണ്ടുവരും. അത് ഏത് തലത്തിലാണ് ഞാനൊക്കെ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് സെലക്റ്റഡ് ആണ്. അത് നമ്മൾ അതിനു വേണ്ടി ജീവിക്കണം. ചില ആളുകൾ പറയും, ഇപ്പോൾ എനിക്ക് ഈ അതീന്ദ്രിയ ശക്തികളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിൽ തൊടാറില്ല അല്ലെങ്കിൽ സ്പർശിക്കാറില്ല, മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ചെയ്യാറില്ല. അത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോൾ മാം ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഹീലിംഗ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ആ രീതിയിൽ ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ പറയും ഞാൻ അതിൽ തൊടില്ല, തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം ലഭിക്കില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേടി കൊണ്ട് അവർക്ക്. അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് നമ്മളിങ്ങനെ മറ്റൊരാൾക്ക് നമ്മളിലൂടെ ഈ എനർജി കൈമാറ്റം ചെയ്താൽ അവരുടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരുമെന്നൊക്കെ പേടിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആയിരക്കണക്കിന് കേസുകൾ ഞാൻ റേക്കി ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർക്ക് ഇപ്പോൾ 3500-ലധികം എന്ന് പറഞ്ഞില്ലേ, റേക്കി ദീക്ഷ കൊടുത്തിട്ടുണ്ട്. എനിക്കിതുവരെ ഒരു ജലദോഷം പോലും ആരിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ല. ഞാൻ എപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ ആ ഹാപ്പിനെസ്സിലാണ് ഇരിക്കുക. എത്ര നാളും ഞാൻ ഒറ്റയ്ക്കിരുന്നാലും ഞാൻ എപ്പോഴും അത് ഈ റേക്കിക്ക് അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ക്രിയായോഗ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഹീലിംഗ് ടെക്നിക്കുകൾ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ പവർ ഒന്നുകൂടെ കൂടുകയല്ലേ. എല്ലാവരും അങ്ങനെ ചെയ്യണം. എല്ലാവരും അത് മാത്രമായിട്ട് ഇരിക്കരുത്. ആയുർവേദം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏകം ശാസ്ത്രം അധീയാനോ ന വിദ്യാശാസ്ത്രം നിശ്ചയം. ഒരു ശാസ്ത്രം മാത്രം പഠിക്കുന്നത് കൊണ്ട് അതിൽ നിശ്ചയം ഉണ്ടാവില്ല. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇതര ശാസ്ത്രങ്ങൾ കൂടെ പഠിച്ച് അതിനെ പരിപോഷിപ്പിക്കുക, അതിൽ നിപുണനാവണം. അപ്പോൾ യോഗയാണെങ്കിലും ക്രിയായോഗയാണെങ്കിലും കുണ്ടലിനി യോഗയാണെങ്കിലും തന്ത്രശാസ്ത്രം എങ്കിലും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രങ്ങളെയും പഠിച്ച് അത്രയും നമ്മൾ പവർഫുൾ ആയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ചോലോ മടിയാണ്, അലസതയാണ്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താൻ താല്പര്യം കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, വർക്ക് പ്രഷറുണ്ട്, ഇപ്പം അങ്ങനെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറ്റം വരുത്താൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? കാരണം ഒരു ഇനിഷ്യൽ പുള്ള് വേണമല്ലോ ഇതിനെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നതാണോ അതോ ഇവർ സ്വയം കണ്ടെത്താൻ തയ്യാറാകേണ്ടതാണോ? എനിക്ക് തോന്നുന്നത് ഈ ജന്മത്തിൽ മോക്ഷം കിട്ടാനുള്ള ഇതൊന്നും യുക്തിവാദികളൊന്നും സമ്മതിച്ചു തരില്ല, പക്ഷെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. ഈ ജന്മത്തിൽ മോക്ഷം കിട്ടാനുള്ള, മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ആധ്യാത്മികമായ ഉയർച്ച, അത് കിട്ടാൻ യോഗമില്ലാത്തവർക്ക് അത് കിട്ടില്ലെന്നാണ്, അങ്ങനെ തോന്നില്ലെന്നാണ് തോന്നണേ. അല്ലെങ്കിൽ എത്രയോ ദൂരെ നിന്നും എത്ര ലക്ഷം രൂപയും മുടക്കിയിട്ടൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്നു, എന്നിട്ട് റൂം എടുത്ത് താമസിച്ചുകൊണ്ട് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് യോഗം ഉള്ളത് കൊണ്ടല്ലേ, അല്ലേ? എങ്കിൽ ഞാൻ ഫ്രീ ആയി ഇപ്പം ചക്ര മെഡിറ്റേഷനൊക്കെ ഫ്രീ ക്ലാസ് വയ്ക്കാറുണ്ട്. അപ്പോഴും എത്തുന്ന എത്ര പേരാ? അപ്പോൾ അത് യോഗ ഉള്ളവർക്കേ കിട്ടൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആർക്കും പഠിക്കാൻ പറ്റും, ആർക്കും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പറ്റും. എൻ്റെ അടുത്തൊരു 73 വയസ്സുള്ളൊരു ലേഡി, അവർ ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്തവരാണ്. അവർക്ക് ഫാമിലി പ്രോബ്ലം, അവരുടെ മകനിൽ നിന്നുള്ള അവർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവരുടെ മുഖത്ത് ആ സങ്കടങ്ങൾ കാരണം നിഴൽ മൊത്തം മുഖത്തുണ്ട്, നല്ല വെളുത്ത നിറമുള്ളവർ, മുഖം മൊത്തം കരുവാളിച്ചിരിക്കണേ. അവർ ഹീലിംഗ് വേണം, കുറച്ച് ദൂരെ നിന്നാണ് വന്നത്, ഹീലിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹീലിംഗ് ചെയ്യാറില്ലല്ലോ, പഠിപ്പിക്കണല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഹീലിംഗ് ഞാൻ ചെയ്യാറില്ല, ഇപ്പോൾ ക്ലാസ് ഉണ്ട് അടുത്ത് തന്നെ, പഠിച്ചോളാൻ പറഞ്ഞു. അവരിങ്ങനെ 1 മണിക്കൂർ ഇരുന്ന് കരഞ്ഞു. അപ്പം എനിക്ക് അവസാനം തോന്നി ഹീലിംഗ് കൊടുത്തേക്കാം. അപ്പം ഞാൻ നോക്കിക്കൊടുക്കാന്ന് വെച്ചാൽ മന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കുക, അവർക്ക് ദീക്ഷ കൊടുക്കണം, ഹീലിംഗ് കൊടുക്കണം എന്നുള്ള ഇൻറ്റൻഷൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അവരെ നോക്കിയിരുന്ന് ഞാനിങ്ങനെ കൊടുത്തു. ആ കരുവാളിപ്പെല്ലാം മാറി 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 വന്ന് മുഖം അങ്ങ് വെളുത്തു. അതോടുകൂടി ഹാപ്പിനെസ് ഇങ്ങനെ വന്ന് അവർ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ചിരിച്ച് പിന്നെ മുഖമൊക്കെ ഇങ്ങനെ ഗ്ലോ ആയിട്ട് ഇതുപോലെ തിളങ്ങുക, അങ്ങനെയായി പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവർ പോയത്. അടുത്ത ബാച്ചിൽ അവർ വന്നു, വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം മാറി അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണം. പൊന്നാനിയിലാണ് അവരുടെ വീട്. ഇപ്പോൾ അതേപോലെ ചില ഡോക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര സങ്കടമായിട്ട് എന്നെ വിളിച്ചിട്ട് പറയും. അപ്പോൾ കരച്ചിൽ, അവരുടെ ഫാമിലി ജീവിക്കാൻ വയ്യാന്നൊക്കെ പറയിട്ട് കരയുമ്പോൾ ഞാൻ പറയും ഇതിനകത്ത് വേറെ പരിഹാരം, ഏറ്റവും നല്ല പരിഹാരം റേക്കി പഠിക്കുക, എന്നിട്ട് സാധനകൾ ചെയ്യുക. അങ്ങനെ അവരെല്ലാവരും റേക്കി സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഹീൽ ചെയ്യാൻ കഴിയുമോ? കാരണം സ്വന്തമായിട്ട് ചെയ്യാം. ഒരാളുടെ എനർജി ഇങ്ങനെ വന്ന് നമ്മുടെ കയ്യിലൂടെ നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കാമല്ലോ, എല്ലായിടത്തും കൊടുക്കാം. പിന്നെ വിഷ്വലൈസ് ചെയ്യാം, അവിടെ
യന്ത്രമൊക്കെ ഇങ്ങനെ നമുക്ക് അല്ല, എങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ visualize ചെയ്യാം. എനർജി ലോ ആയതുകൊണ്ടല്ലേ അയാൾ മറ്റൊരാളുടെ സഹായം തേടുന്നത്. അത് അല്ല, അവരിലൂടെ നമ്മൾ അവരെ അങ്ങനെ ആക്കിയല്ലേ ദിശ കൊടുക്കുന്നത്. ആ ലെവലിൽ വെച്ചിട്ട് കൊടുക്കില്ല. അവരെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ദിശ എടുക്കാൻ പാകമാക്കിയിട്ട് ദിശ കൊടുക്കുള്ളൂ. അതിന് മുന്നേ പല ക്ലാസ്സുകൾ കഴിയും ദിശയ്ക്ക് മുന്നേ. ഒരാള് റേക്കി പഠിച്ച് അയാൾ സ്വന്തമായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്താൻ അയാൾക്ക് എത്ര നാൾ 21 ദിവസം വ്രതത്തോടു കൂടിയുള്ള സെൽഫ് ഹീലിംഗ് ആൻഡ് സെൽഫ് പ്യൂരിഫിക്കേഷൻ കാലമുണ്ട്. എല്ലാ തന്ത്രദീക്ഷകൾ എല്ലാം അങ്ങനെ തന്നെ 21 ഡേയ്സ് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ പറയുന്ന രീതിയിൽ അവർ മെഡിറ്റേഷൻ ചെയ്ത് ശരീരം ശുദ്ധീകരിക്കാനുള്ള എല്ലാം ആഹാരം നിഷ്ഠയുണ്ട്, വെള്ളം ധാരാളം കുടിക്കുക, പോസിറ്റീവായിട്ടുള്ള ഫുഡ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതെല്ലാം കഴിക്കുക. അങ്ങനെ ശരീരത്തെ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരണം. റെക്കി കൊടുത്ത് എവിടെ എനർജി ബ്ലോക്കുകൾ ഇനിയും ദീക്ഷയിലൂടെ കുറേ മാറ്റം വന്നു, പക്ഷേ ഇനിയും എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പോകുന്ന വിധം 21 ദിവസം കൊണ്ട് അവർ പ്യൂരിഫൈ ചെയ്ത് വരണം. അങ്ങനെ പിന്നെ 21 ദിവസം കഴിഞ്ഞ് നമ്മൾ വരെ വീണ്ടും കാണും. അപ്പോൾ അവരിലുള്ള മാറ്റങ്ങൾ എല്ലാം നോക്കിയിട്ട് അവരതിന് പാകമായോ എന്ന് നോക്കിയിട്ടേ പിന്നെ അവർ മറ്റാർക്കെങ്കിലും ദിശയല്ല ഹീലിംഗ് കൊടുക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുകയുള്ളൂ. അങ്ങനെയാണ് 21 ദിവസം കഴിഞ്ഞിട്ടേ അവർ വേറൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ആഹാരക്രമം എന്ന് പറയുമ്പോൾ ഫുൾ വെജിറ്റേറിയൻ ആയി ഈ 21 ദിവസമൊക്കെ നമ്മൾ വെജിറ്റേറിയൻ ആവാൻ പറയും. കാരണം ഈ ജീവികളെയൊക്കെ കൊന്നിട്ടല്ലേ നമ്മൾ. അപ്പം അതിനകത്ത് ഹോർമോൺ ഉണ്ടല്ലോ, പേടിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഹോർമോൺ അതിനകത്തുണ്ട്. അത് നമുക്ക് ദോഷമായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ജീവികളെ കഴിക്കരുതെന്ന് പറയാൻ കാരണം.